മനുഷ്യനെ ബലഹീനനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ബലഹീനത മനുഷ്യന് കൂടുതൽ ബോധ്യപ്പെടുന്നത് ഏറ്റവും ബലവാനായ അവന്റെ രക്ഷിതാവായ റബ്ബിനെങ്ങനെ ഓർക്കുമ്പോഴാണ്. റബ്ബിനെ പറ്റി നിങ്ങളെ ചിന്തിക്കുമ്പോഴാണ് മനുഷ്യൻ അവന്റെ ബലഹീനത ശരിക്കും ബോധ്യപ്പെടുന്നത്. അപ്പൊ ആ റബ്ബിന്റെ ഭവനത്തിലേക്ക് നേരിട്ട് അതിഥിയായി ചെല്ലുക എന്നാണ് ഹജ്ജിന് പോകുക, ഉംറക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ ഡ്രസ് കോഡ് ഉണ്ട്. വിശദീകരിക്കും എഹ്റാമിൻ ഡ്രസ് എങ്ങനെയെന്നൊക്കെ മാഹിരി ഉസ്താദ് ഇവിടെ വിശദീകരിക്കും. അതിന് പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ട്. സാധാരണ അവൻ ധരിക്കുന്ന ഡ്രസ്സ് പോലെയല്ല. എല്ലാ രാജാവും, എല്ലാ നേതാവും, എല്ലാ മുതലാളിയും, എല്ലാ തൊഴിലാളിയും, പണക്കാരനും പാവപ്പെട്ടവനും, അറബിയും അനറബിയും എല്ലാം ഒരേ ഡ്രസ് കോഡിലാണ് അങ്ങോട്ട് പോകേണ്ടത്. അവിടത്ത് മറക്കണം, ശരീരം മറക്കണം. മുൻകാലത്ത് ഇസ്ലാമിന്റെ മുമ്പ് മക്കയിലെ മുശ്രിക്കീങ്ങൾ കഅബ ഷരീഫിന്റെ അടുക്ക് തവാഫ് ചെയ്യാൻ പോയിരുന്നത് ഉരിയാനായിട്ടായിരുന്നു. തുണി കഴിച്ചിട്ട് നഗ്നരായിട്ടായിരുന്നു അവർ കയറാൻ. ഇസ്ലാം വരുന്നതിന് മുമ്പ് അവരുടെ ആചാരം അതായിരുന്നു. പക്ഷെ ഇസ്ലാം അത് വിലക്കി. നഗ്നരായിട്ട് കഅബ ഷരീഫിന്റെ അടുത്ത് പോകലിനെ വിലക്കി. അതിന്